എന്നോട് ഒത്തിരി പേർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എസ്പെഷ്യലി സ്പെയിനിലേക്ക് IT ഫീൽഡിൽ ഒരു ഫ്രഷറായിട്ട് ജോലി കണ്ടുപിടിച്ച് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ ഇറ്റലി, സ്പെയിൻ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ടെക്നിക്കൽ പൊസിഷൻസ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. വേറൊരു രാജ്യത്തുള്ള ഒരാൾക്ക് സ്പെയിനിൽ വന്ന് താമസിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് താമസിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഒരു റെസിഡൻസ് പെർമിറ്റ് വേണം. സാധാരണ കേസിൽ ഈ റെസിഡൻസ് പെർമിറ്റിൻ്റെ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു കമ്പനി തന്നെയാണ്. നമ്മൾ ഓൺലൈനായിട്ട് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ കോൺട്രാക്റ്റ് എല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പനി നമ്മുടെ അടുത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. ആ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും കമ്പനി നമുക്ക് വേണ്ടിയിട്ട് പെർമിറ്റിന് വേണ്ടി കമ്പനിയുടെ സൈഡിൽ നിന്നും അപ്ലൈ ചെയ്യുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലേ? സോ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചില വിസ കാറ്റഗറി അല്ലെങ്കിൽ ചില പെർമിറ്റിൻ്റെ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റും ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ആനുവൽ സാലറി ഇന്ന സാലറിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ ഇന്ന വിസ അല്ലെങ്കിൽ പെർമിറ്റ് ടൈപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരിക്കും. സോ ഇങ്ങനെ പല പല കണ്ടീഷൻസ് നമ്മുടെ കാൻഡിഡേറ്റ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ മിക്കവാറും കമ്പനികൾ ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേൺസ് അല്ലെങ്കിൽ ജൂനിയർ പൊസിഷൻസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ ഹയർ ചെയ്യുന്നത് വളരെയധികം കുറവാണ്. പുറത്തുനിന്നുള്ള ആൾക്കാരെ സ്പോൺസർ ചെയ്യുന്നത് വളരെയധികം കുറവാണ്. ഇവിടെ ഓൾറെഡി താമസിക്കുന്ന പുറത്തുനിന്നുള്ള ഒരാൾ, അതായത് ഓൾറെഡി ഇവിടെ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളെ എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പുറത്തുനിന്നുള്ള ഒരാളെ കമ്പനി സ്പോൺസർ ചെയ്ത് ആ ഒരു പൊസിഷൻ ഫിൽ ചെയ്യാൻ ചാൻസ് വളരെ 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 കുറവാണ്. അതിന് പല പല റീസണുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ ചിലപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലായിരിക്കും. കാരണം ജൂനിയർ പൊസിഷന് സാലറി കമ്പാരിറ്റീവ്ലി കുറവല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു പെർമിറ്റിന് ഇന്ന സാലറിക്ക് മുകളിലാണെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിന് ആ ഒരു പെർമിറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരു റീസൺ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കമ്പനി ഒരാളെ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ സൈഡിൽ നിന്നും കുറച്ച് ക്യാഷ് ചിലവാകും. സോ ചിലപ്പോൾ ആ ഒരു ജൂനിയർ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺ പൊസിഷന് ഒരു ആളെ പുറത്തുനിന്ന് സ്പോൺസർ ചെയ്യുന്നത് കമ്പനിക്ക് ലാഭമല്ലായിരിക്കാം. ഇങ്ങനെ പല പല റീസൺ കൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരെ സ്പോൺസർ ചെയ്ത് ഒരു ഫ്രഷേഴ്സ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ ചാൻസ് വളരെയധികം കുറവാണ്.